നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അയിലക്കറിയാണ്. ചട്ടി ചൂടായതും ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കൂടുതലെടുത്തോളൂ, പിശുക്കൊന്നും കാട്ടണ്ട. പിന്നെ ഇല്ലാത്തത് കൊണ്ട് കുറച്ചിട്ടേ ഉള്ളൂ. നമുക്ക് വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമുക്ക് സവാളയും ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു തക്കാളി ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. അരിഞ്ഞതിന് ശേഷം അടച്ച് വയ്ക്കുക 2 മിനിറ്റ്. പൊടികളൊക്കെ ഇടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്ക് നമുക്ക് ഇത്തിരി പുളിവെള്ളം ഒഴിക്കാം. ഞാനിവിടെ കാണിച്ചിട്ടില്ല. പുളിവെള്ളം എന്തായാലും എല്ലാവരും ഒരു നാരങ്ങ വലുപ്പത്തിലുള്ളൊരു പുളി എടുത്തിട്ട് പിഴിഞ്ഞ് വെള്ളം അത് ഈ കറിയിൽ എന്ന് വെച്ചാൽ മീൻ കറി ആവണമെങ്കിൽ നന്നായി കലക്കി ഒഴിക്കണം. ആ പുളിവെള്ളം നമുക്ക് ചൂടായി വരുമ്പോഴേക്കും ഈ മീൻ ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാൻ വയ്ക്കാം. വേവിച്ചതിന് ശേഷം നമുക്ക് ഉഗ്ര അയിലക്കറി റെഡിയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. താങ്ക് യു.